ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ കേട്ടോ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. ഒരു ഡെയ്സി ഫ്ലവർ പാറ്റേണിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ആൻഡ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഭയങ്കര ഈസിയാണ്. ആൻഡ് ഈ ഒരു ഗ്രാനി സ്ക്വയർ പഠിച്ചാൽ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ചെയ്യാം. ബാഗ്സ്, ഡ്രസ്സ്, ബ്ലാങ്കറ്റ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ ഒരു ഗ്രാനി സ്ക്വയർ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു പാറ്റേൺ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംഭവങ്ങൾ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാം. ആൻഡ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് എല്ലാവരും ഭയങ്കര നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് 4mm ഹുക്കും, അതുപോലെ ലാവൻഡർ കളർ, അതുപോലെ ഗ്രേ കളർ, അതുപോലെ തന്നെ ഓഫ് വൈറ്റ് കളർ യാൺസാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നമ്മൾ ഫസ്റ്റ് തന്നെ സ്ലിപ്പ് നോട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ 3 ചെയിൻസ് ചെയ്യാണ്. നമ്മൾ ആ ഒരു മിഡിൽ പോർഷനിൽ, ഫ്ലവറിൻ്റെ ആ ഒരു മിഡിൽ പോർഷന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ 3 ചെയിൻസ് ചെയ്യുക കേട്ടോ. ചെയിൻസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതിൻ്റെ ഗ്യാപ്പ് വരും. ആ ഒരു കാണുന്ന ബിഗ് ഗ്യാപ്പ് നമ്മൾ ചെയിന് ഇവിടുന്ന് സ്ലിപ്പ് നോട്ട് ഇട്ടതിൻ്റെയാണ്. ആൻഡ് അതല്ലാതെ വേറൊരു ഗ്യാപ്പ് വരും. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇട്ടിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇതുപോലെ നമ്മൾ ഫസ്റ്റ് 3 ചെയിൻസ് ചെയ്തില്ലേ, അത് നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് കൺസിഡർ ചെയ്യുക. അങ്ങനെ നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് ഇത് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യ നമ്മൾ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എല്ലാവർക്കും ഒരുമിക്ക് ആളുകൾക്ക് അറിയാണ്ടാവും. ആൻഡ് ഇനി നമ്മൾ തേർഡ് ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. ആൻഡ് ഇങ്ങനെ നമ്മൾ 12 ഡബിൾ ക്രോഷ്യ ചെയ്യണം. എന്നാൽ നമുക്ക് കറക്റ്റ് ഒരു സർക്കിൾ കിട്ടത്തുള്ളൂ. നമുക്ക് ആ ഒരു മിഡിൽ പോർഷന് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ചെയ്യുന്നത്. ആൻഡ് ഇപ്പം നമ്മളിതാ ഫുൾ ആയിട്ട് 12 ഡബിൾ ക്രോഷ്യേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആൻഡ് നമ്മളിത് എങ്ങനെ കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ആൻഡ് ലാസ്റ്റ് ചെയ്ത സ്റ്റിച്ച് നമ്മൾ നേരെ ഫസ്റ്റ് ചെയ്ത ഒരു ചെയിൻ ഉണ്ടാവുമല്ലോ, 3 ചെയിൻസ് ഇല്ലേ, അതിൽ തേർഡ് ചെയിനായിട്ട് കണക്ട് ചെയ്യാം. ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ചെയ്യാം. ആൻഡ് ബാക്കി പിന്നെ എക്സസ് വരുന്ന യാണ് നമ്മളിതുപോലെ കട്ട് ചെയ്യുക. ഞാൻ ഇവിടെ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് യാണ് വെച്ച് ജോയിൻ ചെയ്തിട്ട് ഓക്കെ, അവിടെ നമുക്കൊരു ഹോൾ കാണാൻ കഴിയും. അത് നമ്മൾ നെക്സ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ആ ഹോളൊന്ന് ക്ലോസ് ആകും. ആൻഡ് ഇനി നെക്സ്റ്റ് യാണ് വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പെറ്റൽസാണ് ചെയ്യുന്നത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഗ്രേ യാണ് എടുക്കുകയാണ്. ആൻഡ് ഇത് കണക്ട് ചെയ്യണം. ഇതുപോലെ ജസ്റ്റ് യാണ് ടേൺ ഓഫ് ചെയ്തിട്ട് നമ്മൾ മുമ്പുള്ള ലൂപ്പിലൂടെ ഒരു ഇതുപോലെ ഒരു ചെയിൻ ചെയ്യാം. ടൈറ്റൻ ആക്കുക. ആൻഡ് ഒരു ചെയിൻ ചെയ്യുക, സെക്കൻഡ് ചെയിൻ, തേർഡ് ചെയിൻ, അങ്ങനെ 3 ചെയിൻ ചെയ്തിട്ട് നമ്മൾ ആ ഒരു സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻസ് നമ്മൾ ഒരു സ്റ്റിച്ചായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇത് രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. ആൻഡ് അങ്ങനെ 3 ഡബിൾ ക്രോഷ്യേസായി. ആൻഡ് ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്ത 3 ചെയിൻസ് ഉണ്ടല്ലോ, ആ ചെയിൻസിലോട്ട് നമ്മൾ ചെയ്ത ഈ ലാസ്റ്റ് ചെയ്ത ആ ഒരു സംഭവം അതിലൂടെ ഇങ്ങനെ എടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു പെറ്റലിൻ്റെ ഷേപ്പ് കിട്ടും. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ഈ ഒരു വർക്ക് ഫുൾ ചെയ്യേണ്ടത്. ആൻഡ് നമ്മൾ 2 ചെയിൻ ചെയ്തിട്ട് നെക്സ്റ്റ്
സ്റ്റിച്ചിലോട്ട് ഇത് ചെയ്യുക. സെയിം പ്രോസസ്സ് തന്നെയാണ്. 1 ഡബിൾ ക്രോഷേ, ദെൻ 2 ഡബിൾ ക്രോഷേ, ദെൻ 3 ഡബിൾ ക്രോഷേ, ആൻഡ് ദെൻ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേയിൽ ലൂപ്പ് എടുക്കുക. ദെൻ നമ്മൾ നെക്സ്റ്റ് 2 ചെയിൻസ് ചെയ്യുക. ആൻഡ് ഇതുപോലെ നെക്സ്റ്റ് ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ നമുക്ക് 12 പെറ്റൽസ് കിട്ടും. അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഫസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റെപ്പ് തെറ്റിക്കഴിഞ്ഞാൽ അത് നേരം പോലെ നമ്മൾ കൗണ്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പർപ്പിൾ ലാവൻഡർ കളറിലുള്ളത് 11 ആവാൻ പാടില്ല, 12 തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരും. ആൻഡ് ആ ഒരു ഡെയ്സി ഫ്ലവറിൻ്റെ ഒരു എഡ്ജ് കുറച്ച് ഷാർപ്പായി നിൽക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷ്യയിൽ ഈ ഒരു ലൂപ്പ് കടത്തുന്നത്. അപ്പോൾ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജ് കിട്ടുമല്ലോ. ആൻഡ് അഗൈൻ ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഈ ഒരു റോ ഫുള്ള് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കണം. ഇപ്പോൾ നമ്മൾ 3 പെറ്റൽസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതുപോലെ മൊത്തത്തിൽ 12 പെറ്റൽസ് വേണം. ആൻഡ് ഇപ്പോൾ നമ്മളിതാ 1 2 3 4 5 6 7 8 9 10 11 പെറ്റൽസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് പെറ്റൽ ചെയ്യാൻ പോവാണ്. ആൻഡ് നമ്മളിതുപോലെ ചെയിൻസ് ഇടണം. ദെൻ നമ്മളിതുപോലെ ആ നെക്സ്റ്റ് ചെയിനിലോട്ട് ഇതുപോലെ ചെയ്തിട്ട് 1 ഡബിൾ ക്രോഷേ, 2 ഡബിൾ ക്രോഷേ, ദെൻ 3 ഡബിൾ ക്രോഷേ. ദെൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് ചെയ്ത ഡബിൾ ക്രോഷേയിൽ ആ ഒരു ചെയിനുമേ നമ്മൾ ഈ ലൂപ്പ് കടത്തുകയാണ് ചെയ്യേണ്ടത്. ബാക്കിൽ നമുക്ക് എക്സസ് യാണൊക്കെ വരും കേട്ടോ. ബാക്കിൽ അത് നമുക്ക് ലാസ്റ്റ് നീഡിൽസ് വെച്ച് കണക്ട് ചെയ്യും. ആൻഡ് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു ചെയിനിലോട്ട് ഇതിന് കണക്ട് ചെയ്യുമ്പോൾ ഫ്ലവർ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ആ ഫ്ലവർ ചെയ്തു. ഇനി നമ്മൾ ആ ഗ്രാനി സ്ക്വയറിൻ്റെ ആ ഒരു പാറ്റേണാണ് ചെയ്യാനുള്ളത്. ആ ഒരു പാറ്റേൺ നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യണം. ബിക്കോസ് ആ ഒരു സ്ക്വയർ ഷേപ്പ് കിട്ടണമെങ്കിൽ ആ ഒരു പാറ്റേൺ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ആൻഡ് അതിന് വേണ്ടി നമ്മൾ നമ്മുടെ ഓഫ് വൈറ്റ് യാൺ എടുക്കണം. ആൻഡ് അതിന് നമ്മൾ ഈ എഡ്ജസൊക്കെ ഒന്ന് എക്സസ് യാൺസ് വരുന്നതൊക്കെ കട്ട് ചെയ്യുക കേട്ടോ. എക്സസ് വരുന്ന യാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ആൻഡ് അത് ഞാൻ എടുക്കുക. ആൻഡ് നമ്മളിപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് നമ്മളിതുപോലെ ഓഫ് വൈറ്റ് യാണ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഗ്രാനി സ്ക്വയറിൻ്റെ ആ ഒരു സ്ക്വയർ ഷേപ്പ് ചെയ്യാൻ പോവാണ്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ടേൺ ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് കാണാം ലാസ്റ്റ് ചെയ്തതിൻ്റെ അവിടെ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അത് നമ്മൾ ഫസ്റ്റ് നമ്മൾ 3 ചെയിൻസ് ചെയ്യാണ്. ആൻഡ് ഇനി നമ്മൾ സെയിം ലൂപ്പിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യം കൂടി ചെയ്യണം കേട്ടോ. ആൻഡ് അതുപോലെ തന്നെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യം കൂടി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ ചെയ്യുക. ആൻഡ് നമ്മൾ എഗെയിൻ 2 ചെയിൻസ് ഇട്ടിട്ട് സെയിം അതേ സ്റ്റിച്ചിലോട്ട് എഗെയിൻ 3 ഡബിൾ ക്രോഷ്യേസും കൂടി ചെയ്തെടുക്കണം. ആൻഡ് അപ്പോഴാണ് നമുക്ക് ആ കോർണർ കിട്ടത്തുള്ളൂ പെർഫെക്റ്റ് ആയിട്ട്. ആൻഡ് ഫസ്റ്റ് നമ്മൾ 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക, 2 ചെയിൻസ് ഇടുക, എഗെയിൻ 3 ഡബിൾ ക്രോഷ്യേസ്. ആൻഡ് ഇതാണ് അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് കോർണേഴ്സിൽ കേട്ടോ. മറ്റടുത്ത് ഡിഫറെൻ്റ് ഉണ്ട്. ആൻഡ് ഇപ്പോൾ നമ്മളിതാ 3rd ഡബിൾ ക്രോഷ്യ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കോർണർ കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു പാറ്റേൺ 4 സൈഡിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 12 പെറ്റൽസ് ആണല്ലോ. ഇവിടെ നമ്മൾ കറക്റ്റ് 12 പെറ്റൽസ് അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു മിസ്റ്റേക്ക് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 12 പെറ്റൽസ് തന്നെ ചെയ്യണമെന്ന്.
ആൻഡ് നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് ഇതുപോലെ 3 ഡബിൾ ക്രോഷ്യേസ് മാത്രം ചെയ്യുക. ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റിച്ചിലോട്ട് സെയിം ഇതേപോലെ 3 ഡബിൾ ക്രോഷ്യേസിനെ ചെയ്യുക. ആൻഡ് ഒരു കോർണർ കഴിഞ്ഞാൽ ഒരു 3 ഡബിൾ ക്രോഷ്യ 2 ചെയിൻസ് ആൻഡ് അഗെയിൻ 3 ഡബിൾ ക്രോഷ്യേനെ ഒരേ സ്റ്റിച്ചിൽ ചെയ്ത് കഴിഞ്ഞാൽ 2 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഈ സെയിം പാറ്റേൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കോർണേഴ്സ് കിട്ടും. നമ്മൾ 12 പെറ്റൽസ് ആയതുകൊണ്ട് ആ ഒരു കാൽക്കുലേഷൻ ശരിയാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളത് ആ ഒരു കോർണർ ചെയ്തു, 2 ആ ഒരു സെയിം ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോർഷനാണ് ഈ 2 3 ഡബിൾ ക്രോഷ്യേസ് വേറെ വേറെ ചെയ്യുന്നത്. ദെൻ വീണ്ടും നമ്മൾ നെക്സ്റ്റ് കോർണറിന് വേണ്ടിയിട്ട് 1 ഡബിൾ ക്രോഷ്യ, 2 ഡബിൾ ക്രോഷ്യ, 3 ഡബിൾ ക്രോഷ്യ, then 2 chains, then again 1 double crochet same stitch തന്നെയാണ്, 2 double crochet and 3 double crochet. അപ്പോൾ ഇതാ ഒരു കോർണർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് അഗെയിൻ നമ്മൾ 2 സ്റ്റിച്ചിലും ഈ ഒരു നെക്സ്റ്റ് സ്റ്റിച്ചിലും അതുപോലെ അതിന് നെക്സ്റ്റിലെ സ്റ്റിച്ചിലും ഇതുപോലെ 3 ഡബിൾ ക്രോഷ്യേസ് ചെയ്തിട്ട് അതിന് വരുന്ന നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇതുപോലെ 3 ഡബിൾ ക്രോഷ്യേസ്, അതുപോലെ 2 ചെയിൻസ് ആൻഡ് സെയിം സ്റ്റിച്ചിൽ തന്നെ 3 ഡബിൾ ക്രോഷ്യേസ്. ആൻഡ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ലാസ്റ്റ് വരെ നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിത് ആ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഫുള്ളായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു സ്ക്വയറിൻ്റെ ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മളത് ഫസ്റ്റ് ചെയ്ത ആ ഒരു ഇത് വെച്ചിട്ട് കണക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങളുടെ വർക്കിന് എത്രത്തോളം ലെങ്ത്ത് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത്ത് കൂട്ടാനൊക്കെ പറ്റും. വേണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ദെൻ അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് 3 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം, 3 ചെയിൻസ് ഇട്ട്, എന്നാലും നമുക്ക് കറക്റ്റ് ആ ഒരു മിഡ് പോർഷൻ കിട്ടത്തുള്ളൂ. ദെൻ 3 സ്ലിപ്പ് സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 ചെയിൻ ചെയ്തതിൻ്റെ ഗ്യാപ്പിൽ നമുക്ക് നെക്സ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ് നമ്മളിതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെയിൻസ് ചെയ്യാം. നമുക്ക് ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണമെങ്കിൽ. ആൻഡ് അഗെയിൻ ഞാൻ 3 ചെയിൻസ് ചെയ്യണം. ആൻഡ് ആ ഒരു ഗ്യാപ്പിലോട്ട് നമ്മളിതുപോലെ 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. ഈ ഒരു പാറ്റേൺ തന്നെ കേട്ടോ ഇതിൽ വരിക. പക്ഷേ നമ്മൾ കോർണർ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ 2 സ്റ്റിച്ചിലോട്ട് 2 ഡബിൾ ക്രോഷ്യേസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 3 ഗ്യാപ്പ് കിട്ടും. നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു ഗ്യാപ്പ് ഇവിടെ, ദെൻ നെക്സ്റ്റ് ഗ്യാപ്പ്, അങ്ങനെ നമുക്ക് 3 ഗ്യാപ്പ് കിട്ടും ഇവിടെ. അതാ നെക്സ്റ്റ് ഗ്യാപ്പ് ഇത്. ആൻഡ് നമുക്ക് 3 ഗ്യാപ്പ് കിട്ടും ഈച്ച് സൈഡ്. എല്ലാ സൈഡിലും നമുക്കിതുപോലെ 3 ഗ്യാപ്പ് വെച്ച് കിട്ടും. അപ്പോൾ ഈ 3 ഗ്യാപ്പിൽ നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റോ ഇതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ റോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു ഗ്യാപ്പ് ഫില്ല്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ റോ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് 4 ഗ്യാപ്പ് കിട്ടും. അപ്പോൾ ആ 4 ഗ്യാപ്പിൽ നമ്മൾ ചെയ്യുമ്പോൾ നെക്സ്റ്റ് അങ്ങനെ അതിനനുസരിച്ച് കൂടി വരും. ആൻഡ് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ഫോളോ ചെയ്തത് അവസാനം വരെ എത്തിയിട്ടുണ്ട്. ആൻഡ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനനുസരിച്ച് ഇതുപോലെ ലെങ്ത്ത് കൂട്ടി വരാം. ഞാനിപ്പോൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്.
ആൻഡ് 4 ഗ്യാപ്പാണ് ഇപ്പോൾ നമുക്ക് വരുന്നത്. നെക്സ്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ 4 കോർണറിന് ശേഷം 4 ഗ്യാപ്പിലൂടെ നമ്മളിതുപോലെ ആ ഒരു 3 ഡബിൾ ക്രോഷേസ് ചെയ്യേണ്ടി വരും. ആൻഡ് ഇതുപോലെ 3 സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുകയാണ്. കട്ട് ചെയ്തു. ആൻഡ് ഇതുപോലെ ഇനി നമ്മൾ ഈ ബാക്കിൽ വരുന്ന എക്സസ് യാൺസൊക്കെ ഒരു നീഡിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ഓരോ കപ്പിൾ ഓഫ് സ്റ്റിച്ചസിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ഭയങ്കര നീറ്റ്. അല്ലെങ്കിൽ നമുക്കതൊരു റഫായിട്ട് അതൊരു ഇങ്ങനെ ഫീൽ ചെയ്യും. അപ്പോൾ ഭയങ്കര പെർഫെക്ഷനിൽ വരണമെങ്കിൽ നമ്മളിത് ചെയ്യണം. ആ ഒരു ഗ്യാപ്പിൽ ഇവിടെ നമ്മളിതിങ്ങനെ കടത്തി വിടുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ നീഡിൽസാണ് കേട്ടോ. മറ്റേത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കയ്യിൽ കുത്താതെ സൂക്ഷിക്കുക. അതിലൂടെ വലിച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ജസ്റ്റ് ഇതുപോലെ വലിച്ചതിന് ശേഷം നമുക്കിതുപോലെ ആ ഒരു ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ അതിൻ്റെ ഉള്ളിൽ ഇതായി കിടക്കില്ല. അപ്പോൾ നമുക്കിത് മാറിപ്പോകില്ല. അപ്പോൾ ഭയങ്കര ഫിനിഷിങ് അത് അറിയില്ല. ആൻഡ് നമുക്ക് ബാക്കി വരുന്ന ഈ ഒരു യാൺസും കൂടി എക്സസ് വരുന്ന യാൺസ് നമുക്കിതുപോലെ സെയിം പാറ്റേണിൽ സെയിം രീതിക്ക് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാം. ദെൻ ഇപ്പം നമ്മളിതാ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ഇതുപോലെ ഗ്രാനി സ്ക്വയർ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ ചെയ്ത ചിലതിലൊക്കെ മിസ്റ്റേക്ക് വന്നു. ബിക്കോസ് നമ്മൾ ഇങ്ങനെ കെയർഫുള്ളായി ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരും. ഞാൻ ഇതുപോലെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എനി ഗസ് ഉണ്ട് ഗൈസ്, നിങ്ങൾക്ക് എന്താണ് ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കുന്നത് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കമൻറ്റ്സ് ചെയ്യുക. അതുപോലെ ഞാൻ എന്തുണ്ടാക്കുന്നത് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക ഗൈസ്. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു.